Hi friends, ഇന്ന് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Zebronicsന്റെ ഒരു കിടിലൻ ഹോം തിയേറ്റർ ആണ്. വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന Zebronicsന്റെ അതിമനോഹരമായ ഈ ഹോം തിയേറ്ററിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. മൈ നെയിം ഈസ് ഫൗസാൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 4.1 Zebronicsന്റെ ഒരു കിടിലൻ ഹോം തിയേറ്റർ ആണ്. എന്തൊക്കെയാണ് ഈ ഹോം തിയേറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് LED ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് ഫങ്ഷൻ സപ്പോർട്ടാണ്, അതുപോലെ തന്നെ സപ്പോർട്ട് USB SD കാർഡ്, ഇത് രണ്ടും ഇതിൽ സപ്പോർട്ടാണ്. പിന്നെ FM ഇതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 25 വാട്ടിൻ്റെ ഒരു ബൂഫറും പിന്നെ അതുപോലെ 12 വാട്ടിൻ്റെ 4 സ്പീക്കറുമാണ് എക്സ്ട്രാ ഇതിലുള്ളത്. ടോട്ടൽ 75 വാട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 4 സ്പീക്കർ മുകളിൽ തന്നെ തെർമോക്കോളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഊപ്പർ ഉള്ളത് താഴെയാണ്, അത് നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കാറ്റലോഗ്, പിന്നെ അതുപോലെ റിമോട്ട്, ഓക്സ് കേബിള് ഉണ്ട്. ഇതിൻ്റെ റിമോട്ടിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളതും ഈ കാറ്റലോഗിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ലുക്കിൽ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ USB പോർട്ട് മുകളിലാണ്. പിന്നെ ട്രബിൾ ബാസ് കൺട്രോൾ ചെയ്യാനുള്ള ഫ്രണ്ട് സൈഡ് തന്നെ ഉണ്ട്. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബുണ്ട്. പിന്നെ അതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള മെനു ബട്ടൺസും ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻപുട്ട് കൊടുക്കാനും അതുപോലെ ഔട്ട്പുട്ട് കൊടുക്കാനുമുള്ള ഓപ്ഷനുണ്ട്. പിന്നെ FM-ൻ്റെ ആൻറ്റിന കൊടുക്കാനുള്ള ഒരു കേബിള് അതും എക്സ്ട്രാ ഇതിനുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്പീക്കറും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെ നല്ല ലുക്കിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് Zebronics. തെർമോക്കോൾ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഓരോന്നും കറക്റ്റായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും മുകളിലുള്ള 2 പോർട്ട് റൈറ്റ് ലെഫ്റ്റ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടാണ്. താഴെയുള്ള 4 പോർട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഈ 4 സ്പീക്കറിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് റൈറ്റിൽ കൊടുക്കാം. രണ്ടാമത്തേത് ഇത് ഫ്രണ്ട്, ഇത് റൈറ്റ്, വീണ്ടും ലെഫ്റ്റ്. പിന്നെ അതുപോലെ ഈ 4 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പൊസിഷൻ തന്നെ
വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് വിചാരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് 4 നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, കുറച്ച് ബാക്കോട്ട് വെക്കുന്നു. അതിനുശേഷം ബ്ലൂടൂത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ കൊടുക്കുന്നു. പവർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇതിൻ്റെ പുറകു വശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വൂഫർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്കൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വൂഫർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ പെൻഡ്രൈവ് ഒന്ന് ഫിക്സ് ചെയ്യുന്നു. പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ്. അതുപോലെ ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ട്രബിളും ബാസും നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിന്റെ റിമോട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ ഉഷാറായി തന്നെ നമ്മുടെ റിമോട്ടും കണക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ബ്ലൂടൂത്ത് വഴി നമ്മുടെ മൊബൈൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അത് പെൻഡ്രൈവ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മളൊരു മൊബൈൽ എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. അതേപ്രകാരം തന്നെ ഈ ബ്ലൂടൂത്ത് ബട്ടൺ പ്രസ് ചെയ്ത് ഹോം തിയേറ്ററിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. സെറ്റിംഗ്സിൽ നമുക്ക് സെബ്രോണിക്സ് എന്ന് കാണിക്കും. ഇത് കണക്ട് ചെയ്യുന്നു. വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഹോം തിയേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം പെർഫോമൻസ് ഉള്ള ഒരു ഹോം തിയേറ്ററാണ് സെബ്രോണിക്സിൻ്റെ 4.1 ചാനൽ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ ഏത് മോഡിലാണോ ഇത് വെച്ചത് അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ ഏത് മോഡിലാണ് വെച്ചത് ആ മോഡിൽ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഈ സെബ്രോണിക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സെബ്രോണിക്സിന്റെ 4.1 മൾട്ടിമീഡിയ സ്പീക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ സംശയങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആമസോണിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.